നമ്മൾ എല്ലാ രാത്രിയിലും മുത്തനബിന്റെ മദ്ഹ് എഴുതാറുണ്ടോ? സ്വഹാബത്ത് എഴുതുമായിരുന്നു, പാടുമായിരുന്നു. തൊട്ടു മുമ്പ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന്റെ കിതാബ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ എന്നും പാടാറുണ്ടോ? പാടിവെച്ചത് എടുത്ത് പാടാൻ നമ്മൾക്ക് ഒഴിവുണ്ടോ? മഹാനായ ഇമാം ബൂസീരി തങ്ങളുടെ കവിതയാണല്ലോ ബുറുദ. ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നു. വല്ലാത്ത ബർക്കത്തുള്ള കവിതയാണത്, വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന കവിതയാണത്. അതാ അയിമ്മത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞു കാണാം. ഖുർആൻ ഓതുന്ന പോലെ പള്ളികളിലും മദ്രസകളിലും അതുപോലെ തന്നെ എല്ലാ മുഅ്മിനീങ്ങളുള്ള സ്ഥലങ്ങളിലും ബുറുദ ചൊല്ലപ്പെടുന്നു. ഇമാം അസ്ഖലാനി തങ്ങൾ പറയുന്നു, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, തന്റെ ഉംദയിൽ കാണാം. അതുപോലെ തന്നെ അതാ ആജി ഖലീഫ തന്റെ കശ്ഫുൽ മുനൂനിൽ പറയുന്നു, ഈജിപ്ത് ഭാഗങ്ങളിൽ മയ്യത്ത് കൊണ്ടുപോകുന്ന ടൈമിൽ വരെ അതിന്റെ മുമ്പിൽ ബുറുദ ചൊല്ലുമായിരുന്നു. പഴയ കാലത്ത് മലബാറിന്റെ അവസ്ഥ എന്താണ്? ഇവിടെയുള്ള എല്ലാ വാളിന്റെ സ്റ്റേജിലും ബുറുദ തുടങ്ങിയിട്ടേ വാള് പറയാറുള്ളൂ. ഇപ്പം ഇറങ്ങിയതാ ബുറുദ, ഇപ്പം ഇങ്ങോട്ട് വന്നതാ ബുറുദ. അങ്ങനെ കുറെ ആൾക്കാർ കുറെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ബുറുദ സംഘം ഓലും ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അത് മല പോകുന്നില്ല എന്നും പിന്നെ കിതാബൊക്കെ നോക്കുമ്പോ അല്ല ഇപ്പൊ ഉള്ളതല്ലേ മുമ്പേ ഉള്ളതാ. എന്തിനാണ് നല്ലതിനൊക്കെ എതിർക്കാൻ പോകുന്നത്? നമ്മൾ ബുറുദ ചെല്ലണ്ട. നിങ്ങൾ ലുഹൂറിന്റെ സുന്നത്തും ആസറിന്റെ സുന്നത്തും ഒന്ന് കേൾച്ചേണ്ട, കുറ്റം കിട്ടൂല. ലുഹൂർ കേൾച്ചാൽ മതി. ഈ സുന്നത്ത് നിൽക്കുന്നവരെ കുറ്റം പറയരുത് ദയവേദിട്ട്. എന്തിനാ? നമ്മൾ നല്ലതൊന്നും ചെയ്യൂല, തിന്നൂല്ല, തീറ്റിക്കൂല. ഈ രൂപത്തിൽ എന്തിനാണ് നമ്മളാകുന്നത്? ചില മുസ്ലിയാമാർ വരെ ഇതിനൊക്കെ തയ്യാറാകൂ. അല്ലാത്ത ദുഃഖം. ഏത് ചൂണിലാ ബൂസിരിമാം ബുറുദ ചൊല്ലിയത്? ബൂസിരിമാം ഏത് ശൈലിയിലാ ചൊല്ലിയത്? ബൂസിരിമാം ചൊല്ലി കേട്ടോരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? ചെമ്പറയിലുണ്ടോ? എന്നാ അറിയും ഏത് ശൈലിയിലാ ചൊല്ലിയത്? പിന്നെ ഏത് ശൈലിയിലാ ചെല്ലേണ്ടത്? എങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റും? ശംസുൽ ഉലമയോട് ചോദിച്ചല്ലേ എങ്ങനെ ബെയ്ത്ത് ചെല്ലേണ്ടത്? അത് എങ്ങനെയൊക്കെ ചെല്ലാൻ കഴിയുമോ അങ്ങനെ ചെല്ലണം. വേറെത്താ അതന്നെ, വേറെത്താ ഒരു പുതിയ രീതി, പഴയ രീതി അങ്ങനെയൊന്നുമില്ല. അത് ഏത് രീതിയിലാ ബൂസിരിമാമ ചെല്ലിയതെന്ന് പിടുത്തില്ല. അതിന്റെ ട്യൂണുകൾക്ക് എടുക്കാൻ പറ്റി ഏതൊക്കെ ട്യൂണുകൾ ശൈലികളുണ്ടോ അതൊക്കെ ചൊല്ലാവുന്നതാണ്. അതിന് യാതൊരു തകരാറുമില്ല. ഇപ്പൊ ബുറുദ ചെല്ലുമ്പോ വെള്ളക്കുപ്പ ഇടാൻ പറ്റുമോ? കന്തൂർ ഇടാൻ പറ്റുമോ? ദഫ് മുട്ടാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, മുത്തുനബിന്റെ മദ്ഹ് പാടുമ്പോൾ ദഫ് മുട്ടിയിട്ട് സഹാബത്ത് നടത്തിയ 3 സദസ്സുകൾ ഞാൻ പറഞ്ഞു. അങ്ങനൊക്കെ തന്നെ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ചെയ്തു പോകുന്നത്. ദഫ് മുട്ടിയാ വലിയ കൂലിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നല്ലൊരു കാര്യമെന്നേ പറഞ്ഞിട്ടില്ല. അത് ജായിസാണെന്നാണ് ഷാഫി മദ്ഹബിൽ വിലപ്പെട്ട അഭിപ്രായം. നല്ല കാര്യങ്ങൾക്ക് മുട്ടുന്നത് സുന്നത്താണെന്ന് ഇമാം ബഗവി തങ്ങൾ പറഞ്ഞു എന്ന് തുഹ്ഫയിലുണ്ട്. വേണമെങ്കിൽ സുന്നത്താന്ന് വെച്ചോ, അല്ലെങ്കിൽ അനുവദനീയമാണെന്ന് വെച്ചോ. ഹറാമാണെന്ന് എന്തിനാ പറയുന്നത്? തെറ്റാണെന്ന് എന്തിനാ പറയുന്നത്? സുന്നത്താണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. കൂലിയൊന്നും കിട്ടൂല, വെറും അനുവദിക്കപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ ചോറും കഞ്ഞൊക്കെ തിന്നലുണ്ട്, കുടിക്കലും തിന്നലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പോ സുന്നത്തായിട്ടല്ലോ ചെയ്യാം. ബിരിയാണി തിന്നാൻ പറ്റും, ഹദീസിലുണ്ട്, ബുഖാരിയിലുണ്ട്. തെറ്റില്ല, തെറ്റുള്ളതായി തെളിവുകളില്ല. ഇത് പറഞ്ഞാ പോരെ? എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ദഫ്മുട്ടലിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. സ്വഹാബി വനിത നേർച്ചയാക്കി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന് കൊടുത്തു. മുട്ടി, കുട്ടികൾ മുട്ടി. അയലിനു ഹാദൻ നിക്കാഹ്, നിങ്ങൾ നിക്കാഹ് പരസ്യമാക്കണം. ഏതെങ്കിലും 2 വലിയനും സാക്ഷിനും കൊണ്ടിട്ട് രഹസ്യമായിട്ട് കല്യാണം ചെയ്തിട്ട് ആ പെണ്ണിനായിട്ട് പുതിയാപ്പിള എത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവൻ ഇവിടുന്ന് ഒരു പെണ്ണിനായിട്ട് പോകുന്നു പറയുന്ന ആൾക്കാർ. അപ്പൊ എല്ലാവരും അറിയട്ടെ കല്യാണം നടന്ന വിവരം. അതുകൊണ്ട് നിങ്ങൾ പരസ്യമാക്കണം. ഒന്നിരിപ്പോ അലിഹാബി ദുഫൂഫ്, ആ കല്യാണത്തിന് ദഫ് മുട്ടണം. ഖാല റസൂലുള്ളാഹി, ഇമാം തുർമുദിയുടെ ഹദീസാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളെ പഴയ കാലത്തുണ്ടായിരുന്നു ഇവിടൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ? ബുറുദനെ സംബന്ധിച്ച് പഴയകാല സ്വഭാവം എന്താ? മരിക്കുന്ന സ്ഥലങ്ങളിൽ ബുറുദ ചൊല്ലുമായിരുന്നു എന്ന് ഏപിക്കാരുണ്ടാക്കിയതാ? ഈകക്കാരുണ്ടാക്കിയതാ? അല്ല. പഴയ കാലത്ത് ശുജായുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? മരിക്കുന്ന ആളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശുജായുടെ സഫലമാലയിൽ കാണാം, ഇട ഇട ബുറുദ ഓതുന്നേ, ഇരുമീ മരികിരിലൂതുന്നേ, മരണം അടുത്തൊരടിയനിലേ. ഏത് കാലത്താ അത് പാടുന്നത്? 10-50 വർഷം മുമ്പ്. 50 മഖ്ദൂമാരുടെ പേരമക്കളിൽപ്പെട്ടവരാ. പൊന്നാനിയിലൊക്കെ ദർസ് പോയ മഹാന. പഴയകാല മുസ്ലിം പാരമ്പര്യമാണ് ബുറുദ ചൊല്ലുന്നത്. അത് വല്ലാത്ത കൂലിയുള്ളതാണ്. ഉമ്മമാരെ, നാളെ എല്ലാവരും പങ്കെടുക്കണം അതിൽ. അതിന്റെ മഹത്വങ്ങൾ മാത്രം പറഞ്ഞ് അയിമ്മത്ത് കിതാബുകളിൽ ബുറുദ കൊണ്ടുള്ള അനുഭവങ്ങൾ 40 പ്രാവശ്യം 40 ദിവസം തുടരെയായി മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ ബൈത്ത് ചൊല്ലി അതിനുശേഷം മൗലായ സല്ലി വസല്ലിം എന്ന് പറയുന്ന ജവാബും ചൊല്ലി ഒരാൾ ബുറുദ ചൊല്ലിയാൽ യറൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ അയാൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാകുമെന്ന് ഞാനല്ല പറഞ്ഞത്. അല്ലാമ ഹർബൂതി ഇമാം തന്റെ അൽ അസീദ ബിശറഹിൽ ബുർദ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതാ. എത്രയോ അനുഭവങ്ങൾ
ഉള്ള ആളുകളുമുണ്ട്, ഈ സദസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അത് നാം ഒരിക്കലും ചെറുതായി